നമസ്കാരം. ബ്രിട്ടീഷ് ഡോക്ടറുടെ പേരിൽ വ്യാജ ചികിത്സ നടത്തി 7 പേരെ മരണത്തിലേക്ക് പറഞ്ഞയച്ച തട്ടിപ്പ് ഡോക്ടർ ഒടുവിൽ പിടിയിൽ. ഡോക്ടർ എൻ ജോൺ കാം എന്ന പേരിൽ മധ്യപ്രദേശിലെ ധാമോയിലെ മിഷണറി ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റായി ജോലി ചെയ്ത നരേന്ദ്ര വിക്രമാദിത്യ യാദവ് എന്ന വ്യാജ ഡോക്ടറാണ് പിടിയിലായത്. വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ഇയാൾ ആശുപത്രിയിൽ കയറിപ്പറ്റിയത്. തുടർന്ന് ഹൃദ്രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. 53-കാരനാണ് ഇയാൾ. ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ഫെബ്രുവരിയിലാണ് ഇയാൾക്കെതിരെ ആദ്യത്തെ കേസ് പുറത്തുവരുന്നത്. ദാമോയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആശുപത്രിയിൽ സംഭവിക്കുന്ന മരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് വ്യാജ ഡോക്ടറുടെ തട്ടിപ്പുകൾ പുറംലോകത്തേക്ക് എത്തിയത്. 2025 ജനുവരി 1 മുതൽ ഫെബ്രുവരി 12 വരെ ഇയാൾ നടത്തിയ 15 ശസ്ത്രക്രിയകളിലായി 7 പേരാണ് മരിച്ചത്. ദാമോയിലെ മിഷണറി ആശുപത്രിയിൽ ഈ ഡോക്ടർ നടത്തിയ ശസ്ത്രക്രിയകളെ തുടർന്ന് 7 മരണങ്ങൾ സംഭവിച്ചെന്ന പ്രാദേശിക അഭിഭാഷകൻ ദീപക് തിവാരിയുടെ ആരോപണത്തെ തുടർന്ന് കളക്ടർ സുധീർ കൊച്ചാർ ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. തുടർന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഡോക്ടർമാരുടെ പാനൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ രേഖകൾ വ്യാജമാണെന്നും ചില രോഗികളുടെ മരണം ഇയാൾ നടത്തിയ ശസ്ത്രക്രിയ മൂലമാണെന്നും കണ്ടെത്തി. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മധ്യപ്രദേശ് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള IWS എന്ന ഏജൻസി വഴിയാണ് ഈ ഡോക്ടറുടെ നിയമനം നടന്നതെന്നും ആശുപത്രിയുടെ മാനേജർ ഇൻചാർജ് പറഞ്ഞു. ഡോക്ടറുടെ യോഗ്യതയും രേഖകളും പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഏജൻസിക്കാണെന്നും വ്യാജരേഖകളെക്കുറിച്ച് തങ്ങൾക്കൊന്നും തന്നെ അറിയില്ല എന്നും അധികൃതർ പറയുന്നു. ആർക്കും തന്നെ അയാളെക്കുറിച്ച് സംശയം തോന്നിയില്ല. അയാൾ നന്നായി ജോലി ചെയ്തിരുന്നുവെന്നും ഒരു വലിയ പ്രൊഫസറായി നടിച്ചിരുന്നുവെന്നും ആശുപത്രി ജീവനക്കാർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ വെളിപ്പെടുത്തലിൽ പറയുന്നു. 7 രോഗികളുടെ മരണം സംഭവിച്ചതിനൊപ്പം ആശുപത്രിയിൽ നിന്നും 57 ലക്ഷം രൂപ വിലമതിക്കുന്ന പോർട്ടബിൾ എക്കോ മെഷീൻ ഇയാൾ മോഷ്ടിച്ചതായും ആരോപണമുണ്ട്. ഇതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ജോൺ കാം എന്ന ബ്രിട്ടീഷ് ഡോക്ടറുടെ അപരനായ ഇയാൾ ഡോക്ടർ കാം എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. 2006-ൽ ഛത്തീസ്ഗഡിലെ മുൻ സ്പീക്കർ രാജേന്ദ്ര പ്രസാദിനെ മരണത്തിലേക്ക് നയിച്ച ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇയാളുടെ പേര് മുൻപ് പുറത്തു വന്നത്. തെലങ്കാനയിലും വ്യാജ ഡോക്ടർക്കെതിരെ FIR നിലവിലുണ്ട്. ഇയാൾക്കെതിരെ യഥാർത്ഥ ഡോക്ടർ ജോൺ കാം മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നു. ബ്രിട്ടനിലെ സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന പ്രശസ്ത കാർഡിയോളജിസ്റ്റാണ് യഥാർത്ഥ ഡോക്ടറായ ജോൺ കാം. ഇയാളുടെ പേരും പ്രശസ്തിയും സൽപ്പേരും എല്ലാം കവർന്നെടുത്താണ് നരേന്ദ്ര വിക്രമാദിത്യ യാദവ് എന്ന വ്യാജൻ തന്റെ തട്ടിപ്പ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. തിങ്കളാഴ്ച അറസ്റ്റിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് 25ഓളം വ്യക്തികൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും ഇയാൾ 50 മില്യൺ രൂപയുടെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. തന്റെ പേരിൽ മറ്റൊരാൾ നടത്തുന്ന ആൾമാറാട്ടം എന്നായിരുന്നു അയാൾ വക്കീൽ നോട്ടീസിൽ അവകാശപ്പെട്ടിരുന്നത്. അതേസമയം ഇയാളുടെ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച 2 പേരുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിരുന്നു. 63-കാരിയായ റഹീസിയായിരുന്നു മരിച്ചവരിൽ ഒരാൾ. ജനുവരി 13-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മിഷൻ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചത്. ജനുവരി 14-ന് ഇവർക്ക് ആൻജിയോഗ്രാഫി നടത്തി. 2 ദിവസത്തിന് ശേഷം ജനുവരി 16-ന് ഇവർക്ക് ആൻജിയോപ്ലാസ്റ്റിക് വിധേയമാക്കി. അതിനിടയിൽ ഇവർക്ക് ഹൃദയാഘാതം സംഭവിക്കുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിനാൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോയില്ല എന്ന് റഹീസയുടെ മകൾ നബി ഖുറേഷി NDTVയോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണ് ഇയാൾ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞതെന്നും അതുവരെ ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ തങ്ങളോട് വിശദീകരണം നൽകിയില്ല എന്നും അവർ പറഞ്ഞിരുന്നു. മംഗൾ സിംഗ് എന്ന വ്യക്തിയായിരുന്നു മരിച്ച മറ്റൊരാൾ. ഫെബ്രുവരി 4-ന് ഗ്യാസ് സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് തന്റെ പിതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നുവെന്ന് മകൻ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആൻജിയോഗ്രാഫി നടത്തി ഹൃദയ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഡോക്ടർമാർ ഇല്ലായിരുന്നുവെന്നും അയാൾ ആരോപിക്കുന്നു. 8000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അതും നൽകിയില്ല എന്നും ഇയാൾ ആരോപിച്ചിരുന്നു.